ബാത്റൂമിൽ പോകണം, മൂത്രമൊഴിക്കണം, കക്കൂസി പോകണം. അതിന് സൗകര്യം ഈ കോർപ്പറേഷനിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇത്ര വർഷത്തിനടക്ക്. സ്റ്റാൻഡിലെ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്റ്റാൻഡ് നല്ല വൃത്തിയുടെ ഇവിടെ ഒക്കെ കണ്ടില്ലേ. ഇപ്പൊ 5 കൊല്ലം അവര് ഭരിച്ച് 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് 4.5 കൊല്ലം കഴിയുമ്പോ ഈ ചെയ്ത് കൂട്ടിയത് ഈ കിറ്റ് കൊടുക്കുമ്പോ എല്ലാവരും മറക്കണ്. 10 രൂപ മേടിക്കണ്ട്, 5 രൂപ മേടിക്കണ്ട്. അതിനൊരു പ്രയോജനം കഴിഞ്ഞാൽ ഒരു അനുഭവം മനുഷ്യനായിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതെന്താ നവകേരളം പറഞ്ഞിട്ട് എത്ര ഈ ബസ് എത്ര പൊടിച്ചു സർക്കാർ. തൃശൂരിലെത്തുന്ന ജനങ്ങൾ യാത്രാ ആവശ്യങ്ങൾക്കായി കൂടുതലും ആശ്രയിക്കുന്ന സ്ഥലമാണ് ശക്തൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എന്നാൽ നിലവിലെ ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ചൂട് കൂടിയ ഈ സമയത്ത് മതിയായ വെള്ളം കിട്ടാതെ വരികയും വൃത്തിഹീനമായ ശൗചാലയമെല്ലാം യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്താണ് ഇതിനോടുള്ള പ്രതികരണമെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. സ്റ്റാൻഡില് ഇത് ശക്തൻ തമ്പുരാന്റെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡില് ഒരുപാട് ജനങ്ങളും യാത്രക്കാരോട് വരുന്നത്. അത്യാവശ്യമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യം ഉണ്ടാക്കിയില്ല കോർപ്പറേഷൻ. ഉള്ള 2 പ്രൈവറ്റ് സ്ഥാപനമുണ്ട്. പക്ഷെ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂത്രവും പോവില്ല, മലവും പോവില്ല. ഒരവസ്ഥയിലാണ്. കാരണം 10 രൂപ മേടിക്കണ്ട്, 5 രൂപ മേടിക്കണ്ട്. അതിനൊരു പ്രയോജനം കഴിഞ്ഞാൽ ഒരു അനുഭവം മനുഷ്യനായിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് കോർപ്പറേഷനാണ് പറയണത്. നമുക്ക് അത്യാവശ്യം വെള്ളം ഒന്ന് ബാത്റൂമിൽ പോകണം, മൂത്രമൊഴിക്കണം, കക്കൂസി പോകണം. അതിന് സൗകര്യം ഈ കോർപ്പറേഷനിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇത്ര വർഷത്തിനടക്ക്. സ്റ്റാൻഡിലെ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്റ്റാൻഡ് നല്ല വൃത്തിയുടെ ഇവിടെ ഒക്കെ കണ്ടില്ലേ. ഇവിടെ ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ കുറേ ആൾക്കാർ വീഴുന്നുണ്ട്. കാര്യം ഈ സ്റ്റാൻഡിൽ കല്ലിൽ തട്ടിയിട്ട് ചേച്ചിമാരായാലും തള്ളമാരായാലും അവിടുന്ന് വരുന്ന സമയത്ത് ഈ കല്ലുകൾ എത്ര വരെയാണെന്നറിയാം. ഇപ്പം എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ടൊക്കെ വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒന്ന് നേരെയാക്കിയാൽ വളരെ ഉപകാരമായി. പിന്നെന്തിട്ട് ശുചിമുറിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താ പറയാ, അത് നല്ല വൃത്തി വേണം. അതിനകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അതിനകത്ത് വൃത്തിയില്ലാത്തതിനെ കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. അവര് വൃത്തി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ളിൽ വൃത്തിയില്ല. അതൊന്ന് വൃത്തിയാറ്റിച്ചാൽ നല്ലതായിരുന്നു. ഈ ശക്തി സ്റ്റാൻഡിന്റെ അവസ്ഥ ഇപ്പോഴത്തെ വളരെ മോശമാണ്, വളരെ ദുർഗന്ധമാണ്, വൃത്തിയില്ലായ്മയുണ്ട്. അത് അധികാരികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായി. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണല്ലോ. അപ്പൊ അതിനുശേഷം ഇനി വരുന്ന അധികാരികൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം വരുന്നത് ഇടതുപക്ഷം വളരെ ശക്തിയായിട്ട് തിരിച്ചു വരും. കേരളത്തിലെ മുഴുവൻ ചെങ്കൊടി പറിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നിലേക്ക് വരും. അത് യാതൊരു സംശയം വേണ്ട, യാതൊരു തർക്കവും വേണ്ട. ഇവിടെ ജനങ്ങള് പിന്നെ ഇപ്പൊ 5 കൊല്ലം അവര് ഭരിച്ച് 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് 4.5 കൊല്ലം കഴിയുമ്പോ ഈ ചെയ്ത് കൂട്ടിയത് ഈ കിറ്റ് കൊടുക്കുമ്പോ എല്ലാവരും മറക്കണ്. മദ്യത്തിന് ആകെ 30 രൂപ ചെലവ് വരണുള്ളൂ. ഇത് ഭീമണിയിൽ വരുമ്പോ എത്ര 1200 1500 ചെലവ് വരുന്നുണ്ട്. ഇതെന്താ നവകേരളം എന്ന് പറഞ്ഞിട്ട് എത്ര ഈ ബസ് എത്ര പൊടിച്ചു സർക്കാർ. അതൊന്നുമില്ല. ഇവിടെ ഇപ്പോഴത്തെ മേയർ ഒന്നിനെ കൊള്ളാം പറയല്ല. അയാൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ജയിച്ചേ പറ്റുള്ളൂ, ജയിക്കണം. എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതിപ്പോ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ ചേച്ചിമാരല്ലേ. പിന്നെ ടാൻസ് സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു ടാൻസ് പറയാനുള്ളത് ഒരു മാധ്യമ പ്രവർത്തക ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ബൈറ്റും കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ സുരേഷ് ഗോപി കേട്ടത് ഉയരത്തിലും അപ്പൊ ഇനിയും ഇത് ഊടായ്പായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ സുരേഷ് സാറിന് ഇനിയും ഉയർച്ച കൂടുള്ളൂ. എല്ലാ അമ്മമാരെ മനസ്സിലും സത്യം പറഞ്ഞാല് കൊടുങ്ങൂർ ചാലക്കുടി മണ്ഡലത്തിലായാലും അവിടുത്തെ മണ്ഡലത്തിലായാലും സുരേഷ് ഗോപി എവിടെ ഏത് മണ്ഡലത്തിൽ കിട്ടിയാലും ജയിക്കുന്നതാണ് എനിക്ക് ഉറപ്പാണ്. ജയിക്കാൻ ചാൻസ് ഉണ്ട്. ജയിച്ചാൽ നല്ലത് ജനങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ പോണത് ഒരു കേന്ദ്രമന്ത്രിയാണെന്നുള്ള കാര്യം ജനങ്ങൾ മറക്കരുത്. നല്ലൊരു വികസനം തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ 10-25 കൊല്ലമായിട്ട് അപ്പൊ തൊട്ട് സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കൂടുതൽ സൗകര്യങ്ങളൊക്കെ വേണം തോന്നിയിട്ട് അത് അവര് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യട്ടെ.